നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയാളുടെ കാര്യത്തിൽ തനിക്കുള്ള ഉത്കണ്ഠ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കുട്ടി. പക്ഷേ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, അയാൾക്ക് വേണ്ടി ഇനി ഒരു റിസ്ക് എടുത്ത് താൻ തന്റെ ജീവിതം കളയണ്ട. താനിപ്പോ ഒരു പുതിയ ജീവിതം ആരംഭിക്കാനല്ലേ അന്യനാട്ടിലെത്തിയത്? അതിൽ ശ്രദ്ധിക്കുക. തൽക്കാലം സ്വന്തം കാര്യം നോക്കാൻ ശ്രമിക്കൂ കുട്ടി. പിന്നെ തന്നെ എന്റെ കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യുന്നതിന് പിന്നിൽ എനിക്കൊരു ഗൂഢ ഉദ്ദേശം കൂടെ ഉണ്ട്. താൻ എന്റെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എനിക്ക് തന്നെ എന്റെ സൗകര്യത്തിന് ഇഷ്ടം പോലെ പ്രേമിക്കാലോ. ഓ, എടോ, താൻ എന്തേ കാണിക്കുന്നേ? കീറിക്കളഞ്ഞോ? ഋഷി, ഞാൻ തന്നെ പ്രേമിക്കുന്നത് വാസ്തവാണ്. ഇനി അതിന്റെ പേരില് എനിക്ക് ഒരു ആനുകൂല്യവും വേണ്ട. അല്ല ഗോപിക, ഞാൻ എന്റെ കഴിവിനും യോഗ്യതയ്ക്കും അനുസരിച്ചുള്ളൊരു ജോലി ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഗുഡ്, കൊള്ളാം. തന്റെ ഈ ക്യാരക്ടർ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇപ്പൊ എനിക്ക് തന്നോടുള്ള ആദരവ് ഒന്നുകൂടെ കൂടി. ശരിക്കും? ആ, ശരിക്കും. ജ്യൂസ് വന്നല്ലോ, കുടിക്ക്. ഇത് കുടിച്ചു കഴിയുമ്പോ തന്നെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത് ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. ഏയ്, അത് വേണ്ട. ഞാൻ വന്ന് ഓട്ടോ വെയിറ്റ് ചെയ്യാം. ഞാൻ അതിൽ പൊക്കോളാം. ആ, അപ്പൊ ആ ചാൻസും പോയി കിട്ടി. എന്തായാലും താൻ കുടിക്ക്. ദേവിക, സ്വാമിച്ച, എങ്ങനെയുണ്ട് മോളെ പട്ടണത്തെ ജീവിതമൊക്കെ? ഞാനിവിടെ എത്തിയതല്ലേ ഉള്ളൂ. സ്വാമിച്ച, ഞാനിപ്പോ വിളിച്ചതേ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാ. അതെന്താ, പറഞ്ഞോളൂ. ഞാൻ നമ്മുടെ കുട്ടനെ ഇവിടെ വെച്ച് കണ്ടു. എന്നിട്ട്? ആ, മനോരഞ്ജിത്ത് പുഷ്പം ചേർത്ത് തയ്യാറാക്കിയ ആ മരുന്നുകൊണ്ട് കുട്ടന്റെ അസുഖം ഭേദാക്കിന്നല്ലേ സ്വാമിച്ചൻ പറഞ്ഞത്. പക്ഷെ ഞാനിന്ന് കുട്ടനെ കാണുമ്പോ കുട്ടന് യാതൊരു മാറ്റവും ഇല്ലായിരുന്നു. അവിടെ വെച്ച് കണ്ടതുപോലെ തന്നെയായിരുന്നു ഇവിടെയും. രോഗം ഭേദമായിട്ടില്ലെന്നാ തോന്നുന്നത്. അത് അവിടെ നടന്നുവെന്ന് മോൾ അറിഞ്ഞില്ലല്ലേ? മനോരഞ്ജിത്ത പുഷ്പം കൊണ്ടുണ്ടാക്കിയ മരുന്ന് കൊടുത്ത് അയാളുടെ അസുഖം ഒരുവിധം ഭേദമായതായിരുന്നു. പക്ഷേ എവിടെയോ എന്തോ ഒരു അപാകത സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയാ അയാൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലെത്തിയത്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായ ഉത്തരവില്ല. സ്വാമിച്ച, അപ്പൊ ഇനി കുട്ടന്റെ അവസ്ഥ? അയാളെ രോഗവിമുക്തനാക്കാൻ എനിക്കിനി സാധിക്കില്ല കുട്ടി. സ്വാമിച്ച, അത് അയാളുടെ കാര്യത്തിൽ തനിക്കുള്ള ഉത്കണ്ഠ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കുട്ടി. പക്ഷേ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, അയാൾക്ക് വേണ്ടി ഇനി ഒരു റിസ്ക് എടുത്ത് താൻ തന്റെ ജീവിതം കളയണ്ട. താനിപ്പോ ഒരു പുതിയ ജീവിതം ആരംഭിക്കാനല്ലേ അന്യനാട്ടിലെത്തിയത്? അതിൽ ശ്രദ്ധിക്കുക. തൽക്കാലം സ്വന്തം കാര്യം നോക്കാൻ ശ്രമിക്കൂ കുട്ടി. സ്വാമിച്ച, അയ്യോ, എന്റെ അമ്മോ, ഇതാണോ ഋഷിയുടെ വീട്? അയ്യോ, ഇത്രയും വലിയ വീടാണോ ഋഷിയുടേത്? കോടീശ്വരന്മാര് പിന്നെ കുടിലാണോടി താമസിക്കുന്നത്? എന്നാലും ഇതൊരു അപാര വീട് തന്നെയല്ലേ അമ്മേ? ഈ വീട്ടിലോട്ടാ നീ വലത് കാല് വെച്ച് കേറേണ്ടത്. ഞാനിത് കണ്ടുപിടിക്കാൻ കൊറേ കഷ്ടപ്പെട്ടു. എവിടെയാന്ന് വെച്ചാ കണ്ടുപിടിക്കുന്നേ? ഒടുവില് സ്കൂളിന്റെ അഡ്രസ് വെച്ച് അതിന്റെ കെയർ ഓഫിലാ ഞാൻ ഈ വീട് കണ്ടുപിടിച്ച്. നമുക്ക് ഈ വീടിനകത്തോട്ട് കയറിയാലോ അമ്മ? അത് വേണ്ട. ഒരു കാരണവുമില്ലാതെ ഈ വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട് നമുക്കൊരു ഗുണവും കിട്ടില്ല. അതിന് സമയവും സന്ദർഭവും ഒക്കെ നോക്കണം. മുത്തശ്ശി, വാ, നമുക്ക് ആ കാറിന്റെ പിന്നാലെ പോവാം.
നമ്മൾ എന്തിനാ അമ്മ ആ കിളവിയുടെ പുറകെ പോകുന്നേ? മോളെ, നമ്മൾ ഇപ്പൊ എവിടെയെങ്കിലും വെച്ച് അവരെ കാണും. അന്നേരം യാദൃശികമായി കണ്ടതുപോലെ കുശലം പറഞ്ഞ് സുഖവിവരങ്ങൾ തിരക്കും. എന്നിട്ട് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ കയറിപ്പറ്റാനുള്ള പഴുത് നമ്മൾ ഒപ്പിച്ചെടുക്കും. എങ്ങനെയുണ്ട്? എന്റെ അമ്മ ബുദ്ധിരാക്ഷസി എന്നെ. വാ, വണ്ടിയിലോട്ട് കയറ്. ചേട്ടാ, ആ കാറിന്റെ പുറകിലോട്ട് വിടണേ. ആ, കേറി, കേറി. ദേവി, ദേവി, എന്റെ കുട്ടന്റെ അസുഖം പൂർണ്ണമായും ഭേദമാക്കി തരണേ. അമ്മേ ഭഗവതി. സിദ്ധാർത്ഥൻ, പൂരം, പുഷ്പാഞ്ജലി. അമ്മേ. അമ്മ അമ്മ എന്ത് ആലോചിക്കുന്നേ? മിണ്ടായിരിക്കെ. അമ്മ അമ്മ എന്താ ചെയ്യുന്നേ? നീ വന്നേ. അമ്മ എന്താ അമ്മേ? അമ്മ അമ്മ എന്താ ചെയ്യുന്നേ? ഇതല്ല, എന്നെ പിടിക്കണേ. അയ്യോ, വാ വാ വാ. അമ്മ ഇതെന്താ കാണിക്കുന്നേന്ന്? ഋഷിയുടെ വീട്ടിൽ കയറിപ്പറ്റാനുള്ള ഒരു മാർഗം ഇത്. മനസ്സിലായില്ല. അതൊക്കെ നിനക്ക് താനെ മനസ്സിലാവും. നീ എന്റെ കൂടെ നിന്നാ മാത്രം മതി. അമ്മ, ആ മുത്തശ്ശി ഇങ്ങോട്ടല്ലേ വരുന്നേ? അമ്മ ഇവിടെ എണ്ണ ഒഴിച്ചു വെച്ചാ അതില് കാല് തന്നെ മുത്തശ്ശി വീടില്ലേ? ഇടി വീഴണം. വീഴുമെന്നാണ് എന്റെ പ്രതീക്ഷ. വീണ പദ്ധതി ഏൽക്കും. അമ്മ വരുന്നുണ്ട്, മുത്തശ്ശി വരുന്നുണ്ട്. എന്ത് പറ്റി? എന്റെ കാല് പോയേ. എവിടെ കാലിട്ട്? ഉളുക്കിയെങ്കിൽ പിടിച്ചു വിടണം. കാല് ഡോക്ടറെ കാണിക്കണം. മോളെ, മുത്തശ്ശി പിടിച്ചോണ്ട് അങ്ങോട്ട് ഇരുത്താം. മുത്തശ്ശി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.